വിമർശനങ്ങളുടെ ശരശയ്യയിൽ കിടക്കുമ്പോഴും തന്റെ രാജ്യത്തിനായി മത്സരങ്ങൾ ജയിക്കുക എന്ന വലിയ ലക്ഷ്യവുമായി ലയണൽ മെസ്സി മുന്നേറുകയായിരുന്നു. ക്ലബ് ഫുട്ബോളിലെ റെക്കോർഡുകൾക്കപ്പുറം തന്റെ നെഞ്ചിലെ അർജന്റീനിയൻ മുദ്രയ്ക്ക് മുകളിൽ പുതിയ പൊൻതൂവലുകൾ തുന്നിച്ചേർക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലെ വലിയ ലക്ഷ്യം. പക്ഷേ 2017 തുടക്കം മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായിരുന്നില്ല. 2016-17 കാലഘട്ടത്തിൽ നികുതി വെട്ടിപ്പ് കേസിൽ മെസ്സിക്കും പിതാവിനും സ്പാനിഷ് സുപ്രീം കോടതി 21 മാസം തടവ് ശിക്ഷ വിധിച്ചു. കരിയറിലെ മികച്ച സമയത്ത് ഒരു കുറ്റവാളിയെപ്പോലെ കോടതിയിൽ ഹാജരാകേണ്ടി വന്നത് മെസ്സിയെ മാനസികമായി ഏറെ തളർത്തി. സാമ്പത്തിക കാര്യങ്ങൾ തനിക്കറിയില്ലെന്ന് കോടതിയിൽ വാദിച്ചെങ്കിലും അത് അംഗീകരിക്കപ്പെട്ടില്ല. എങ്കിലും സ്പാനിഷ് നിയമത്തിലെ ഒരു പ്രത്യേക ഇളവ് മെസ്സിക്ക് തുണയായി. ആദ്യമായി കുറ്റം ചെയ്യുന്നവർക്ക് 2 വർഷത്തിൽ താഴെയുള്ള ശിക്ഷയാണെങ്കിൽ ജയിലിൽ പോകാതെ ഇളവ് ലഭിക്കും. ഇതനുസരിച്ച് ഏകദേശം 2.5 ലക്ഷം യൂറോ അധിക പിഴയായി നൽകി മെസ്സി തടവ് ശിക്ഷയിൽ നിന്നൊഴിഞ്ഞുമാറി. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ഈ കേസും മാധ്യമ വിചാരണകളും മെസ്സിയുടെ വ്യക്തിജീവിതത്തെയും മാനസികാവസ്ഥയെയും വലിയ രീതിയിൽ ബാധിച്ചു. വ്യക്തിപരമായ പ്രതിസന്ധികൾക്കിടയിലും കളിക്കളത്തിൽ അദ്ദേഹം അവിശ്വസനീയമായ പ്രകടനം തുടർന്നു. 2017 ഏപ്രിൽ മാസത്തിൽ നടന്ന എൽ ക്ലാസിക്കോ കേവലമൊരു ഫുട്ബോൾ മത്സരം എന്നതിലുപരി മെസ്സിയുടെ കരിയറിലെയും ബാഴ്സലോണയുടെ ചരിത്രത്തിലെയും ഏറ്റവും നിർണായകമായ ഒന്നായിരുന്നു. ആ മത്സരം നടക്കുമ്പോൾ പോയിന്റ് ടേബിളിൽ റയൽ മാഡ്രിഡ് മുന്നിലായിരുന്നു. ബാഴ്സലോണയ്ക്ക് കിരീട പോരാട്ടത്തിൽ നിലനിൽക്കണമെങ്കിൽ ആ കളി ജയിക്കൽ അനിവാര്യമാണ്. തോറ്റാൽ റയൽ മാഡ്രിഡ് കിരീടമുറപ്പിക്കും. കളി നടക്കുന്നത് റയൽ മാഡ്രിഡിന്റെ തട്ടകമായ സാന്റിയാഗോ ബെർണബ്യൂവിൽ. ചിരവൈരികളായ ഇരു ടീമുകളും തമ്മിലുള്ള തീപാറുന്ന പോരാട്ടം കാണാൻ ഗ്യാലറികളിൽ കാണികൾ നിറഞ്ഞിരിക്കുന്നു. മത്സരത്തിൽ ബാഴ്സയുടെ സൂപ്പർ താരം നെയ്മർക്ക് സസ്പെൻഷൻ കാരണം കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. തിങ്ങി നിറഞ്ഞ ആരാധകർക്ക് മുന്നിൽ അതീവ സമ്മർദ്ദത്തോടെയാണ് മത്സരം ആരംഭിച്ചത്. ആദ്യ മിനിറ്റുകളിൽ തന്നെ ഇരു ടീമുകളും ആക്രമിച്ചു കളിച്ചു. 28-ാം മിനിറ്റിൽ കാസമിറോയിലൂടെ റയൽ മാഡ്രിഡ് ആദ്യ ഗോൾ നേടി മുന്നിലെത്തിയതോടെ ബാഴ്സലോണ പ്രതിരോധത്തിലായി. റൊണാൾഡോയുടെ തട്ടകമായ ബെർണബ്യൂവിൽ വെച്ച് മെസ്സിയെ തളയ്ക്കാൻ റയൽ മാഡ്രിഡ് ശ്രമിക്കുമ്പോൾ തന്റെ അധീശത്വം തെളിയിക്കാൻ റൊണാൾഡോയും തക്കം പാർത്തിരുന്നു. ഓരോ തവണ ഇരുവരും പന്ത് തൊടുമ്പോഴും സ്റ്റേഡിയം ആവേശത്താൽ ഇളകി മറഞ്ഞു. ലോകത്തിലെ മികച്ച താരം ആരാണ് എന്ന ചോദ്യത്തിനുത്തരം തേടിയാണ് ഓരോ എൽ ക്ലാസിക്കോയും തുടങ്ങുന്നത്. ഇരു താരങ്ങളുടെയും ആരാധകർ ലോകമെമ്പാടും അന്ന് ടെലിവിഷൻ സ്ക്രീനുകൾക്ക് മുന്നിൽ തടിച്ചുകൂടി. മത്സരത്തിന്റെ 20-ാം മിനിറ്റിൽ റയൽ മാഡ്രിഡ് താരം മാർസലോയുടെ കൈമുട്ട് അബദ്ധത്തിൽ മെസ്സിയുടെ മുഖത്ത് ശക്തമായി പതിച്ചു. മെസ്സിയുടെ ചുണ്ട് മുറിയുകയും വായിൽ നിന്ന് രക്തം വരാൻ തുടങ്ങുകയും ചെയ്തു. ചോരയൊലിക്കുന്ന മുഖവുമായി മൈതാനത്ത് കിടന്ന മെസ്സിയെ കണ്ട ആരാധകർ ഭയന്നെങ്കിലും അദ്ദേഹം തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ചോരയൊലിക്കുന്ന വായിൽ ടിഷ്യൂ പേപ്പർ കടിച്ചുപിടിച്ച് മെസ്സി കളി തുടർന്നു. ആ പരിക്ക് അദ്ദേഹത്തെ തളർത്തുമെന്ന് കരുതിയവർക്ക് തെറ്റി. 33-ാം മിനിറ്റിൽ മെസ്സി തന്റെ പ്രതാപം വീണ്ടെടുത്തു.
റയൽ ഡിഫൻഡർമാരെ വെട്ടിയൊഴിഞ്ഞ് ഇവാൻ റാക്കിട്ടിച്ചിയിൽ നിന്ന് ലഭിച്ച പന്ത് അതിവേഗത്തിൽ വലയിലാക്കി മെസ്സി ബാഴ്സലോണയെ ഒപ്പമെത്തിച്ചു. സ്കോർ 1-1. രണ്ടാം പകുതിയിൽ മത്സരം കൂടുതൽ വന്യമായി. റയൽ താരങ്ങൾ മെസ്സിയെ ശാരീരികമായി തടയാൻ ഇണഞ്ഞു ശ്രമിച്ചു. ഇതിനിടെ മെസ്സിയെ അപകടകരമായ രീതിയിൽ ഫൗൾ ചെയ്തതിന് റയൽ ക്യാപ്റ്റൻ സെർജിയോ റാമോസിന് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നു. 73-ാം മിനിറ്റിൽ റാക്കിട്ടിച്ചിന്റെ ലോങ് റേഞ്ച് ഗോളിലൂടെ ബാഴ്സ മുന്നിലെത്തിയെങ്കിലും കളി അവസാനിക്കാൻ 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ജെയിംസ് റോഡ്രിഗസിലൂടെ റയൽ തിരിച്ചടിച്ചു. സ്കോർ 2-2. സ്റ്റേഡിയമാകെ റയൽ ആരാധകരുടെ ആവേശക്കടലായി മാറി. സമനില വഴങ്ങിയാൽ കിരീടം റയലിന് സ്വന്തമാകും. എന്നാൽ ഫുട്ബോൾ ദൈവം മറ്റൊരു തിരക്കഥയായിരുന്നു ആ രാത്രിയിലേക്ക് കരുതി വച്ചിരുന്നത്. മത്സരത്തിന്റെ അധിക സമയത്തെ അവസാന നിമിഷം. പന്തുമായി സെർജി റോബർട്ടോ മിന്നൽ വേഗത്തിൽ കുതിച്ചു. ആൻഡ്രേ ഗോമസും ജോർഡി ആൽബയും ചേർന്നൊരുക്കിയ ആ നീക്കം ചെന്നവസാനിച്ചത് റയൽ ബോക്സിന് പുറത്തു നിൽക്കുകയായിരുന്ന മെസ്സിയുടെ കാലുകളിലായിരുന്നു. ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ചു നിന്ന ആ നിമിഷം മെസ്സി തന്റെ ഇടത് കാലുകൊണ്ട് തൊടുത്ത ഷോട്ട് പോസ്റ്റിന്റെ മൂലയിൽ തറഞ്ഞു. തുടർന്ന് നടന്നത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ഐതിഹാസികമായ ആഘോഷമായിരുന്നു. ആവേശലഹരിയിൽ മെസ്സി തന്റെ 10-ാം നമ്പർ ജേഴ്സി ഊരിയെടുത്തു. ആ ജേഴ്സി റയൽ മാഡ്രിഡ് ആരാധകർക്ക് നേരെ ഉയർത്തിപ്പിടിച്ചു. ഞാൻ ഇവിടെയുണ്ട്, ഞാനാണ് ലയണൽ മെസ്സി എന്ന് ഫുട്ബോൾ ദൈവം ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു. നികുതി കേസും കോടതി വിചാരണകളും നൽകിയ മാനസിക മുറിവുകൾക്ക് ആ ഒരൊറ്റ ഗോൾ മരുന്നായി മാറി. ബാഴ്സലോണ ജേഴ്സിയിൽ മെസ്സിയുടെ 500-ാം ഗോളായിരുന്നു അത്. ഏറ്റവും മികച്ച ഫുട്ബോൾ താരം ആരാണെന്ന ചോദ്യത്തിന് ആ രാത്രി മെസ്സി തന്റെ ചോരയും വിയർപ്പും കൊണ്ട് ഉത്തരം നൽകി. ലോകം കണ്ട ഏറ്റവും വലിയ കായിക താരങ്ങളിൽ ഒരാളായിട്ടും തന്റെ ബാല്യകാല പ്രണയിനിയെ തന്നെ ജീവിത പങ്കാളിയാക്കിയ മെസ്സിയുടെ വിശ്വസ്തതയും ലാളിത്യവും ലോകത്തെ ആകർഷിച്ചു. മെസ്സിയുടെ സുഹൃത്തായിരുന്ന ലൂക്കാസ് സ്കാഗ്ലിയയുടെ ബന്ധുവായ ആന്റോണെല്ലയെ തന്റെ 9-ാം വയസ്സിലാണ് മെസ്സി ആദ്യമായി കാണുന്നത്. വിവാഹത്തിന് മുൻപ് തന്നെ അവർ ഒരുമിച്ച് താമസം തുടങ്ങിയിരുന്നു. മെസ്സിയുടെ കരിയറിലെ ഏറ്റവും ഉയർച്ച താഴ്ചകളിൽ നിഴലുപോലെ ആന്റോണെല്ല കൂടെയുണ്ട്. മക്കൾ വളർന്നു വരുന്ന ഘട്ടത്തിൽ അവർക്ക് കൂടി മനസ്സിലാകുന്ന പ്രായത്തിൽ വിവാഹം കഴിക്കണമെന്നായിരുന്നു മെസ്സിയുടെ തീരുമാനം. 2017 ജൂൺ 30-ന് റൊസാരിയോയിൽ നടന്ന ആ വിവാഹം വലിയ സുരക്ഷാ വലയത്തിലാണ് നടന്നത്. ലോകത്തിന്റെ ഏത് കോണിലും വിവാഹം നടത്താൻ ശേഷിയുണ്ടായിട്ടും താൻ ജനിച്ചു വളർന്ന മണ്ണിൽ തന്നെ വിവാഹം നടത്തണമെന്ന് മെസ്സിക്ക് നിർബന്ധമുണ്ടായിരുന്നു. കൂടാതെ വിവാഹത്തിനെത്തുന്ന അതിഥികളോട് തങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നതിന് പകരം മെസ്സി ഫൗണ്ടേഷനിലേക്ക് സംഭാവന നൽകാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. റൊസാരിയോയിലെ സിറ്റി സെന്റർ ഹോട്ടലിൽ വെച്ച് നടന്ന ഈ വിവാഹത്തെ അർജന്റീനിയൻ മാധ്യമങ്ങൾ മാരേജ് ഓഫ് ദി സെഞ്ചുറി എന്ന് വിശേഷിപ്പിച്ചു. തിയാഗോയ്ക്കും മാറ്റിയോയ്ക്കും പിന്നാലെ 3-ാമത്തെ മകൻ സിറോയുടെ വരവിനായി അവർ കാത്തിരിക്കുന്ന കാലം കൂടിയായിരുന്നു അത്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ.
സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ജീവിതത്തിലെ മനോഹര നിമിഷങ്ങൾക്കിടയിലും മെസ്സിയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഫുട്ബോൾ ചരിത്രം കണ്ട ഏറ്റവും മാരകമായ ആക്രമണത്രയമായിരുന്നു മെസ്സി, സുവാരസ്, നെയ്മർ. 2017 ഓഗസ്റ്റിൽ 222 മില്യൺ യൂറോ എന്ന റെക്കോർഡ് തുകയ്ക്ക് നെയ്മർ PSG-യിലേക്ക് ചേക്കേറിയപ്പോൾ ബാഴ്സലോണയുടെ കരുത്തിന്റെ ഒരു വലിയ ഭാഗമാണ് നഷ്ടപ്പെട്ടത്. മെസ്സിയും നെയ്മറും സഹതാരങ്ങൾ മാത്രമായിരുന്നില്ല, സഹോദരതുല്യമായ ആത്മബന്ധമായിരുന്നു അവർക്കിടയിൽ. കളിക്കളത്തിൽ പരസ്പരം കണ്ണടച്ച് പന്ത് കൈമാറാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. നെയ്മറുടെ വിടവാങ്ങൽ മെസ്സിയെ വൈകാരികമായി തളർത്തി. ബാഴ്സലോണ മാനേജ്മെന്റിനോടുള്ള മെസ്സിയുടെ അതൃപ്തിയുടെ തുടക്കവും ഇവിടെ നിന്നായിരുന്നു. നെയ്മർ പോയതോടെ ബാഴ്സയുടെ ആക്രമണത്തിന്റെ ഭാരം മുഴുവൻ മെസ്സിയുടെയും സുവാരസിന്റെയും തോളിലായി. എതിരാളികൾക്ക് മെസ്സിയെ മാത്രം പൂട്ടിയാൽ ബാഴ്സയെ തകർക്കാമെന്ന അവസ്ഥ വന്നു. എന്നാൽ ഈ വെല്ലുവിളിയെ മെസ്സി നേരിട്ടത് കൂടുതൽ കരുത്തോടെയാണ്. മധ്യനിരയിലേക്ക് ഇറങ്ങിവന്ന് കളിമെനയാനും അതേസമയം തന്നെ ഗോളുകൾ സ്കോർ ചെയ്യാനും അദ്ദേഹം നിർബന്ധിതനായി. ഫിനിഷർ എന്നതിലുപരി ഒരു പ്ലേമേക്കർ എന്ന നിലയിൽ മെസ്സി തന്റെ കരിയറിലെ പുതിയൊരു ഭാവം പുറത്തെടുത്തു. പിന്നീടുള്ള സീസണുകളിൽ മെസ്സിയുടെ പ്രകടനം മിന്നുന്നതായിരുന്നു. 2017-18 സീസണിൽ അദ്ദേഹം ബാഴ്സയെ ലാലിഗ കിരീടത്തിലേക്കും കോപ്പ ഡെൽ റേയിലേക്കും നയിച്ചു. നെയ്മറുടെ അഭാവം ടീമിനെ തളർത്താതിരിക്കാൻ ഓരോ മത്സരത്തിലും അദ്ദേഹം തന്റെ കഴിവിന്റെ 100% നൽകി. എങ്കിലും ചാമ്പ്യൻസ് ലീഗ് പോലുള്ള വലിയ വേദികളിൽ നെയ്മറെ പോലൊരു താരത്തിന്റെ കുറവ് ബാഴ്സലോണയെ വല്ലാതെ അലട്ടി. നെയ്മറെ തിരികെ കൊണ്ടുവരണമെന്ന് മെസ്സി ക്ലബ്ബ് അധികൃതരോട് പലതവണ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് നടന്നില്ല. ബാഴ്സലോണയിൽ തിരിച്ചടി നേരിടുന്നതിനൊപ്പം തന്നെ മെസ്സി ഭാഗമായ അർജന്റീനയുടെ ദേശീയ ടീമും വലിയൊരു പ്രതിസന്ധിയിലായ കാലഘട്ടമായിരുന്നു ഇത്. 2017 അവസാനത്തോടെ അർജന്റീനയുടെ ലോകകപ്പ് യോഗ്യത തുലാസിലായി. അർജന്റീനയ്ക്ക് നേരിടേണ്ടത് ഇക്വഡോറിനെയാണ്. സമുദ്രനിരപ്പിൽ നിന്നേറെ ഉയരത്തിലുള്ള ഇക്വഡോറിനെ ക്വിറ്റോ സ്റ്റേഡിയത്തിൽ ജയിക്കുക എന്നത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ ഒന്നായിരുന്നു. ആ കളി ജയിച്ചാൽ മാത്രമേ അർജന്റീനയ്ക്ക് ലോകകപ്പ് കളിക്കാനാവൂ. ക്വിറ്റോയിലെ ആ രാത്രി ഫുട്ബോൾ ലോകം ശ്വാസമടക്കി പിടിച്ചാണ് നോക്കി നിന്നത്. സമുദ്രനിരപ്പിൽ നിന്നേറെ ഉയരത്തിലുള്ള ആ സ്റ്റേഡിയത്തിൽ ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ആദ്യ മിനിറ്റിൽ തന്നെ ഗോൾ വഴങ്ങിയപ്പോൾ അർജന്റീനിയൻ ആരാധകർ തകർന്നുപോയി. എന്നാൽ ആ സമ്മർദ്ദഘട്ടത്തിൽ മെസ്സി തന്റെ ടീമിനെ തോളിലേറ്റുകയായിരുന്നു. 12-ാം മിനിറ്റിൽ ഏഞ്ചൽ ഡി മരിയയുമായി ചേർന്ന് നടത്തിയ മനോഹരമായ നീക്കത്തിലൂടെ അദ്ദേഹം സമനില പിടിച്ചു. 20-ാം മിനിറ്റിൽ എതിർ പ്രതിരോധത്തെ വിറപ്പിച്ചുകൊണ്ട് 2ാം ഗോളും നേടി. 2ാം പകുതിയിൽ പന്തുമായി കുതിച്ച് ഇക്വഡോർ പ്രതിരോധത്തെ ഒന്നൊന്നായി വെട്ടിച്ച് അദ്ദേഹം നേടിയ 3ാം ഗോൾ ഒരു മാന്ത്രികതയായിരുന്നു. ആ ഹാട്രിക്കിലൂടെ 3-1 അർജന്റീന വിജയിച്ചു. മത്സരശേഷം ഡ്രസ്സിംഗ് റൂമിൽ സഹതാരങ്ങൾ മെസ്സിയെ തോളിലേറ്റി വിജയം ആഘോഷിച്ചു. ഫുട്ബോൾ ലോകകപ്പ്
മെസ്സിയോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് അർജന്റീനിയൻ കോച്ച് ജോർജ് സാംബോളി ആ വിജയത്തിന് ശേഷം പറഞ്ഞത്. ആ രാത്രി മെസ്സി തെളിയിച്ചത് താൻ വെറുമൊരു ഗോൾ മെഷീൻ മാത്രമല്ല, മറിച്ച് തന്റെ രാജ്യത്തിന്റെ പ്രതീക്ഷകളെ ഒറ്റയ്ക്ക് നയിക്കാൻ കഴിയുന്ന നായകനാണെന്നാണ്. ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തെ വാഴ്ത്തി. അങ്ങനെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മെസ്സിയും സംഘവും റഷ്യൻ ലോകകപ്പിനായി തയ്യാറെടുത്തു. റഷ്യൻ ലോകകപ്പിനായുള്ള കാത്തിരിപ്പിനിടയിൽ മെസ്സി തന്റെ കളിശൈലിയിലും വലിയ മാറ്റങ്ങൾ വരുത്തി. നെയ്മറുടെ അഭാവത്തിൽ ബാഴ്സലോണയിൽ അദ്ദേഹം കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തു. കളി മെനയാനും സഹതാരങ്ങൾക്ക് ഗോളവസരങ്ങൾ സൃഷ്ടിക്കാനും അദ്ദേഹം മൈതാനത്തിന്റെ മധ്യനിരയിലേക്ക് കൂടുതൽ ഇറങ്ങി വന്നു. 2017 നവംബറിൽ തന്റെ 4ാമത്തെ യൂറോപ്യൻ ഗോൾഡൻ ഷൂ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ താനിപ്പോഴും ലോകത്തെ ഏറ്റവും മികച്ച ഫിനിഷറാണെന്ന് അദ്ദേഹം തെളിയിച്ചു. ഈ സന്തോഷങ്ങൾക്കിടയിലും അദ്ദേഹത്തിന്റെ കണ്ണ് റഷ്യയിലേക്കായിരുന്നു. തന്റെ കരിയറിലെ ഏറ്റവും വലിയ സ്വപ്നമായ ലോക കിരീടം അവിടെ വെച്ച് സ്വന്തമാക്കാമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വലിയ വിവാദങ്ങളിൽ പെട്ടുഴറുന്ന കാലം കൂടിയായിരുന്നു അത്. ലോകകപ്പിന് തൊട്ടുമുൻപ് ഇസ്രായേലുമായി ഒരു സൗഹൃദ മത്സരത്തിനായി അസോസിയേഷൻ ഒരുങ്ങിയത് വലിയ വിവാദമായി. ജെറുസലേമിൽ വെച്ച് ഇസ്രായേലുമായി കളിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ പാലസ്തീൻ അനുകൂല സംഘടനകളിൽ നിന്നും ജനങ്ങളിൽ നിന്നും വലിയ പ്രതിഷേധമുയർന്നു. കളിക്കാർക്ക് നേരെ ഭീഷണികളുണ്ടായി. ലോകകപ്പിന് തൊട്ടുമുൻപ് ടീമിന്റെ ശ്രദ്ധ മാറ്റാൻ ഇത്തരം വിവാദങ്ങൾ കാരണമാകുമെന്ന് മെസ്സിയും സംഘവും ഭയപ്പെട്ടു. ബാഴ്സലോണയിലെ പരിശീലന ക്യാമ്പിൽ വെച്ച് പ്രതിഷേധക്കാർ ചോര പുരണ്ട അർജന്റീനിയൻ ജേഴ്സികൾ പ്രദർശിപ്പിച്ചത് മെസ്സിയെ വല്ലാതെ അസ്വസ്ഥനാക്കി. ഈ സാഹചര്യത്തിൽ താരങ്ങളുടെയും അവരുടെ കുടുംബങ്ങളുടെയും സുരക്ഷയ്ക്കായിരുന്നു മെസ്സി മുൻഗണന നൽകിയത്. അസോസിയേഷൻ പണത്തിനു വേണ്ടി ടീമിനെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന പരാതി മെസ്സി ശക്തമായി ഉന്നയിച്ചു. ഒടുവിൽ മെസ്സിയുടെയും മുതിർന്ന താരങ്ങളുടെയും ശക്തമായ ഇടപെടലിനെ തുടർന്ന് അസോസിയേഷൻ ആ സൗഹൃദ മത്സരം വേണ്ടെന്നു വച്ചു. ഈ തീരുമാനം ഇസ്രായേൽ സർക്കാരിനെ ചൊടിപ്പിച്ചെങ്കിലും കളിക്കാരുടെ മാനസിക സമാധാനം ഉറപ്പാക്കാൻ ഇത് സഹായിച്ചു. എന്നാൽ റഷ്യൻ ലോകകപ്പ് മെസ്സിക്ക് കാത്തുവച്ചിരുന്നത് മറ്റൊരു അഗ്നി പരീക്ഷയായിരുന്നു. ഇക്വഡോറിലെ ഹാട്രിക് നൽകിയ വലിയ ആവേശത്തോടെയാണ് മെസ്സിയും സംഘവും റഷ്യയിലെത്തിയത്. പക്ഷേ ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അർജന്റീനയെ വീണ്ടും പരീക്ഷണങ്ങളുടെ മുനമ്പിലെത്തിച്ചു. ടീമിനുള്ളിലെ തന്ത്രപരമായ പാളിച്ചകളും താരങ്ങൾ തമ്മിലുള്ള ഐക്യക്കുറവും മെസ്സിയുടെ ഭാരം ഇരട്ടിയാക്കി. എങ്കിലും ഓരോ വീഴ്ചയിലും കൂടുതൽ കരുത്തോടെ എഴുന്നേൽക്കുന്ന മെസ്സിയെയാണ് പിന്നീട് ലോകം കണ്ടത്.